നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനെയും കേരള ജനതയെയും മൊത്തത്തിൽ LDF സർക്കാരിനെയൊക്കെ ഞെട്ടിച്ചുകൊണ്ടുള്ളൊരു പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി നടത്തി. അതായത് ക്ഷേമ പെൻഷനുകൾ 3000 രൂപയാക്കാൻ പോകുന്നു എന്നതാണ് പ്രഖ്യാപനം. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 600 രൂപയായിരുന്നു ക്ഷേമ പെൻഷൻ. ആ 600 രൂപ ക്ഷേമ പെൻഷൻ 18 മാസത്തെ കുടിശ്ശികയായിരുന്നു അന്നുണ്ടായിരുന്നത്. അതും ഒരു ഗവൺമെൻറ് ഭരണം അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോകാൻ സമയത്ത് 18 മാസത്തെ കുടിശ്ശിക എന്ന് പറയുമ്പോൾ ആ സർക്കാരിനെ കൊണ്ട് അതിന് കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ചുരുക്കം. അങ്ങനെ കുടിശ്ശിക വരുത്തി കേരളത്തിലെ ക്ഷേമ പെൻഷൻ പറ്റുന്ന ആളുകളെ വഞ്ചിച്ച ഒരു ഗവൺമെൻറ്റാണ് UDF ഗവൺമെൻറ്. അതിനുശേഷം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു. നരേന്ദ്രമോദി ഇന്ത്യയെ ഭരിക്കുന്നു. BJP സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേരളത്തെ കൊണ്ടുപോകുന്നതിന് വേണ്ടി കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന എല്ലാ പ്രവർത്തികളും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 10 വർഷത്തിലേക്ക് കടക്കുന്ന സർക്കാർ 62 ലക്ഷം ആളുകൾക്ക് നൽകുന്ന ക്ഷേമ പെൻഷനുകൾ 2000 രൂപ കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വെറും 32 ലക്ഷം ആളുകൾക്ക് മാത്രമാണ് ക്ഷേമ പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്നത്. അത് 600 രൂപയായിരുന്നു. ആ 600 രൂപ 18 മാസം കുടിശ്ശികയാക്കി കൊടുക്കാൻ കഴിയാതെ ഇറങ്ങിപ്പോയവരാണ്. അവരാണ് പുതിയ വാഗ്ദാനവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. 3000 രൂപ ക്ഷേമ പെൻഷൻ നൽകാൻ പോകുന്നു എന്നുള്ളതാണ്. വളരെ വസ്തുതാപരമായിട്ട് ഈ കാര്യം റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാർ പറയുന്നത് നമുക്ക് കേൾക്കാം. എന്താണ് അന്ന് സംഭവിച്ചത് എന്ന്. പെൻഷന്റെ കാര്യത്തിൽ കേരളത്തിൽ കോൺഗ്രസിനെയോ UDFിനെ വിശ്വസിക്കാൻ പറ്റുമെന്ന് കേരളത്തിലെ ജനങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾക്ക് എന്ത് ഗ്യാരണ്ടി? പ്രൂവ്ഡ് അല്ലേ നിങ്ങൾ കൊടുത്തിട്ടില്ല എന്നുള്ളത്? അതൊന്ന്. വെൽഫെയർ പെൻഷൻസ് ഇൻക്രീസ്ഡ് ടു 3000 rupees a month. അപ്പോൾ 18 സമദാനിയാണ് ഇത് പരിഭാഷപ്പെടുത്തുന്നത് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. ഇത് വല്ലാത്തൊരു തമാശയാണ്. കാരണം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്നുണ്ടായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയെപ്പറ്റി പറയുന്നത് നമ്മളൊന്ന് കേട്ടാൽ മനസ്സിലാകും. UDF ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ അതോ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് നമുക്ക് മനസ്സിലാകും. പ്രത്യേകിച്ച് കോൺഗ്രസ് ആണ് UDF അധികാരത്തിൽ വന്ന ഒരുപക്ഷെ ഗവൺമെൻറ്റിനെ നയിക്കുക. അങ്ങനെ നയിക്കുന്ന ഗവൺമെൻറ്റിന് പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾ പൂർത്തീകരിച്ച മുൻകാല അനുഭവങ്ങളോ പരിചയമോ ഉണ്ടോ? ഇപ്പോൾ നമ്മുടെ മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരെ സഹായിക്കാൻ വേണ്ടി കോൺഗ്രസ് പ്രഖ്യാപിച്ച 100 വീടുകൾ എവിടെ എത്തി? തറക്കല്ലിടൽ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല സ്ഥലം MLA T സിദ്ദീഖ് പറയുകയാണ്, ഇവിടെ ഞങ്ങൾ തറക്കല്ലല്ലേ ഇടുന്നുള്ളൂ, വീട് കൊടുക്കുന്നില്ലല്ലോ എന്നുള്ള പരാമർശം പോലും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇതാണ് UDF. ജനങ്ങളുമായി യാതൊരു പ്രതിബദ്ധതയും യാതൊരു തരത്തിലുള്ള കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത ഒരു വിഭാഗമാണ് UDF. പക്ഷേ LDF അങ്ങനെയല്ല. പറഞ്ഞാൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇവിടെ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് സംസ്ഥാന പൊതുഗതാഗതത്തിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിനു മുമ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കർണാടകയിലാണ്. കർണാടകയിൽ കോൺഗ്രസ് ഗവൺമെൻറ് ഇത് പ്രഖ്യാപിച്ചു. അങ്ങനെ അടപടലം മൂഞ്ചി അത് കൊടുക്കാൻ കഴിയാതെ വന്നു. അങ്ങനെ പരിമിതപ്പെടുത്തി അവസാനം BPL കുടുംബങ്ങളിൽപ്പെട്ട സ്ത്രീകൾക്ക് ബസ്സിൽ സൗജന്യ യാത്ര എന്ന ഒരു മാനദണ്ഡം വെച്ചു. അതോടുകൂടി ബസ് കയറാൻ പോകുന്ന ആളുകളെ സംബന്ധിച്ച് റേഷൻ കാർഡും കയ്യിൽ കരുതേണ്ട ഒരു സാഹചര്യമാണ്. ഒരാളെ മുഖത്ത് നോക്കിയിട്ട് നമ്മൾക്ക് അയാൾ BPL ആണോ APL ആണോ എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ റേഷൻ കാർഡും കയ്യിൽ വെച്ച് കർണാടകയിൽ ബസ് കയറാൻ പോകുന്ന പോലെയാണ് ഇവിടെയും സംവിധാനം ഒരുക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ അതുകൂടി എടുത്തു കളയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പൊതുഗതാഗത മന്ത്രിയായിരുന്ന ആര്യണ മുഹമ്മദ് പറഞ്ഞുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. KSRTC ദൈനംദിനം കടത്തിൽ നിന്ന് കടത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ LDF സർക്കാർ വന്നതിന് ശേഷം മികച്ച ലക്ഷറി സൗകര്യങ്ങളുള്ള ബസ്സുകൾ പോലും KSRTCയുടെ ഭാഗമായി ഇറക്കുകയും അത് നിരത്തിൽ ഓടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല KSRTC ലാഭത്തിലായി പ്രവർത്തിക്കാൻ തുടങ്ങി. KSRTCയുടെ ജീവനക്കാർക്ക് പ്രതിമാസ ശമ്പളം കൃത്യമായി അക്കൗണ്ടുകളിൽ എത്തുന്ന സാഹചര്യമുണ്ടായി. ഇതിനെയൊക്കെ തുരങ്കം വെച്ച് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ UDF ഇതുപോലൊരു പ്രഖ്യാപനവുമായി വന്നിട്ടുള്ളത്. ബാക്കി കൂടി നമുക്ക് കേൾക്കാം. എന്താണ് ഡോക്ടർ അരുൺകുമാർ പറയുന്നത് എന്ന്. 8 മാസം വരെ പെൻഷൻ കുടിശ്ശികയാക്കിയവർ, അതും 600 രൂപ പെൻഷൻ കുടിശ്ശികയാക്കിയവർ, കഴിഞ്ഞ തവണ 6000 രൂപ വാഗ്ദാനം ചെയ്ത് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പോയവർ മറ്റൊരു തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിന്നുകൊണ്ട് പറയുന്നു 3000 രൂപ ഞങ്ങൾ പെൻഷൻ തരും എന്ന് പറയുന്നു. അപ്പോൾ ജനങ്ങൾ ചോദിക്കില്ലേ, കഴിഞ്ഞ 18 മാസം വരെ കുടിശ്ശിക വരുത്തി നിങ്ങളെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? അതും 600 രൂപ 32 ലക്ഷം ആളുകൾക്ക് കൊടുത്ത UDF സർക്കാർ 18 മാസത്തെ കുടിശ്ശിക വരുത്തുമ്പോൾ 62 ലക്ഷം ആളുകൾക്ക് 2000 രൂപ വീതം 1 രൂപയുടെ കുടിശ്ശികയില്ലാതെ കൊടുക്കുന്ന LDF സർക്കാർ മറുഭാഗത്ത് നിൽക്കുമ്പോൾ The first guarantee is a free bus travel for all women in KSRTC buses. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് KSRTCയുടെ അവസ്ഥ എന്താണെന്നുള്ളത് ഏറ്റവും നന്നായി വിശദീകരിച്ച മന്ത്രി ആര്യാടൻ മുഹമ്മദാണ്. എന്താ പറഞ്ഞത്? KSRTC പൂട്ടുന്ന വക്കിലാണ്, നഷ്ടത്തിലാണെന്ന് പറഞ്ഞു. ഇന്ന് KSRTC ലാഭത്തിലേക്ക് നയിച്ചു എന്ന് മാത്രമല്ല, നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ബിസിനസ് ക്ലാസ് ബസ് ഇറക്കാൻ പോകുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് KSRTCയെ വരുമാനത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത്? എങ്ങനെയാണ് അതിനെ കൃത്യമായി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്? ഈ സ്ത്രീകൾ, നേരത്തെ സുനില കണക്ക് പറഞ്ഞു, 40% സ്ത്രീകളും കുട്ടികളും യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ
വനിതകളും യാത്ര ചെയ്യുന്ന KSRTC ബസ്സിനെ സമ്പൂർണ്ണമായിട്ട് ഒഴിവാക്കുമെന്നാണ് പറഞ്ഞത്. ഞാൻ ഈ പ്രഖ്യാപനം വേറെ എവിടെയോ കേട്ടിട്ട് നോക്കിയപ്പോഴാണ് കർണാടകയിലെ വാഗ്ദാനം കേട്ടത്. ഇപ്പോൾ കർണാടക സർക്കാർ എന്താ ചെയ്യുന്നത്? ആ വാഗ്ദാനം കൊടുത്ത് കുടുങ്ങി. ഒടുവിൽ അത് എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? അത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള സ്ത്രീകളിലേക്ക് മാത്രമായിട്ട് പരിവപ്പെടുത്താൻ തീരുമാനിച്ചു. ഇവിടെ നോക്കൂ, മാത്രല്ല പുരുഷന്മാരുടെ റേറ്റ് കൂട്ടി. ഇതാണ് അവിടെ സംഭവിച്ചത്. എന്നിട്ട് കേരളത്തിൽ LDF സർക്കാർ KSRTC ലാഭത്തിലാക്കിയ KSRTCയിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സൗജന്യ യാത്രാ പദ്ധതി പ്രഖ്യാപിക്കുകയാണ്. 1,000 rupees a month financial assistance to college going girl students. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് അടക്കം 1000 രൂപ വീതം പ്രതിമാസം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. സർ, കേരളത്തിൽ അത് നടപ്പിലാക്കി LDF സർക്കാർ. അതറിയാതെ പോയി രാഹുൽ ഗാന്ധി. കണക്ട് ടു വർക്ക് എന്ന് പറയുന്ന പരിപാടി. കണക്ട് വർക്കിനകത്ത് എന്താ? കണക്ട് വർക്കിനകത്തുള്ളത് സ്കോളർഷിപ്പ് പദ്ധതിയാ. അതിനകത്ത് ഈ വിദ്യാർത്ഥികൾ ഉൾപ്പെടും. സ്മൃതി, ഇതാണ് കേരളത്തിലെ ഈ അവസ്ഥ. യാഥാർത്ഥ്യം എന്തെന്ന് ബോധ്യമാവാതെ വളരെ പെട്ടെന്ന് തിടുക്കപ്പെട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രഖ്യാപനങ്ങളെടുത്ത് കോപ്പി എടുത്തു വെച്ചു. 25 lakh rupees of insurance for every household. 25 ലക്ഷം രൂപ ഒരിക്കലും നടക്കാൻ പറ്റാത്ത കാര്യമാണ്. എവിടെ നിന്ന്? ഏത് പണത്തിൽ നിന്ന്? ഏത് പദ്ധതിയുടെ ഭാഗം? അവസാനം ഡോക്ടർ അരുൺ പറഞ്ഞതാണ് അതിൻ്റെ ശരിയായ വശം. അതായത് ഇതൊന്നും നടപ്പിലാക്കാൻ പോകുന്നില്ല. പിണറായി സർക്കാരിൻ്റെ ഈ വികസന കുതിപ്പിൽ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത തവണയും പ്രതിപക്ഷമാണ് എന്ന് ഉറപ്പിച്ച കോൺഗ്രസ് ചില പൊടിക്കൈ പ്രയോഗങ്ങൾ, ചില ഉഡായിപ്പുകളുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾക്കറിയാം. ഒപ്പം തന്നെ ഇത് പ്രഖ്യാപിക്കുന്ന രാഹുൽ ഗാന്ധിക്കും ഈ പ്രസംഗം പരിഭാഷപ്പെടുത്തുന്ന അബ്ദുസ്സമദ് സമദാനി ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾക്കും ഇത് നടപ്പിലാക്കാൻ പോകുന്നില്ല എന്നറിയാം. ഒരു ദുരന്തബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടി വീട് വെക്കാൻ വേണ്ടി തറക്കല്ലിട്ട് ഇത്രയും നാൾ കാത്തിരുന്നിട്ടും വീടിൻ്റെ തറക്കല്ലിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊരു കല്ല് സ്ഥാപിക്കാൻ പോലും കഴിയാത്ത കോൺഗ്രസ് പാർട്ടിയാണ് ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അധികാരത്തിലേറുന്നതിന് വേണ്ടി ഇത്തരം തെറ്റായ പ്രചരണങ്ങളുമായി, പ്രഖ്യാപനങ്ങളുമായി രംഗത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത് കേരളീയ സമൂഹം അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളഞ്ഞ് ഇടതുപക്ഷ സർക്കാരിനെ വീണ്ടും കേരളത്തിൽ അധികാരത്തിൽ കൊണ്ടുവന്നില്ല എങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന വൈദ്യുത പ്രതിസന്ധി ഉണ്ടാകും. അതുപോലെ തന്നെ സ്കൂളുകളിൽ പാഠപുസ്തകങ്ങൾ മുടങ്ങുന്ന സാഹചര്യമുണ്ടാകും. പാഠപുസ്തകങ്ങൾ അർദ്ധവാർഷിക പരീക്ഷ കഴിഞ്ഞാലും കിട്ടാത്ത സാഹചര്യമുണ്ടാകും. സ്കൂളിലെ ഉച്ചഭക്ഷണ മെനുവിൽ ഇപ്പോൾ വന്നിട്ടുള്ള മാറ്റങ്ങൾ പഴയ പടി തന്നെ ആകും. അതുപോലെ തന്നെ സർക്കാർ ആശുപത്രികളിലെ മരുന്നും ഡോക്ടർമാരുടെ ഇടപെടലും നഴ്സുമാരുടെയും എല്ലാവരുടെയും ശക്തമായ ഇടപെടലിൻ്റെ ഭാഗമായി ഇപ്പോൾ മെച്ചപ്പെട്ട ആരോഗ്യ മേഖല തകർന്ന് തരിപ്പണമാകും. KSRTC പൊതുഗതാഗത സംവിധാനം എന്നുള്ള നിലയിൽ പൂട്ടലിൻ്റെ വക്കിലേക്കല്ല, പൂട്ടും എന്നുറപ്പാവും. അങ്ങനെ കേരളം ഇന്ന് നേടിയിട്ടുള്ള സർവ്വ മുന്നേറ്റങ്ങളും മുനയൊടിച്ച് തകർത്ത് തരിപ്പണമാക്കാനുള്ള പുതിയ പ്രഖ്യാപനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അതിൽ ജനങ്ങൾ വഞ്ചിതരാകില്ല. അടുത്ത പ്രാവശ്യം പ്രതിപക്ഷത്ത് തന്നെ തുടരാനുള്ള സാഹചര്യമാണ് ഇതൊക്കെ പ്രഖ്യാപിച്ചതിലൂടെ UDF കൈവന്നിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിനെയും ഈ സർക്കാരിനെയും തമ്മിൽ കമ്പയർ ചെയ്യാൻ ജനങ്ങൾക്കുള്ള ഒരു അവസരമായി ഇതിനെ കൂടി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട, UDF പ്രതിപക്ഷത്തെ തന്നെ തുടരാം.